മക്കയും മദീനയും തായിഫും തബൂക്കും എന്തിനധികം ഈജിപ്ത് വരെ കണ്ടിട്ടും സ്വന്തം നാട്ടിലെ ആദ്യത്തെ പള്ളി കണ്ടില്ലല്ലോ എന്നുള്ള ചീത്തപ്പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുങ്ങല്ലൂരുള്ള ചേരമാൻ ജുമാ മസ്ജിദ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ സ്ഥിരമായി കണ്ടുപരിചയമുള്ള പള്ളികളുടെ ഒരു രൂപവുമില്ലാതെ തനിച്ചും കേരളീയ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പുരാതനമായ പള്ളിയാണ്. പറയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയാണത്ര ഈ കാണുന്ന പള്ളി. AD 629 ചേര രാജവംശത്തിലെ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവാണത്ര ഈ ഒരു പള്ളി നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. AD 629 എന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. പള്ളിയുടെ പ്രധാന ഭാഗത്തേക്ക് വന്നാൽ തന്നെ നമുക്കൊരു പൗരാണികത ഫീൽ ചെയ്യും. മരത്തിൻ്റെ മേൽക്കൂരയും അതിഗംഭീരമായൊരു മെഹ്റാബും മനോഹരമായ കൊത്തുപണികളോട് കൂടിയുള്ള ഒരു മിമ്പറും. എന്താണ് ഈ മിമ്പറിൻ്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കൊത്തുപണികൾ, ഭയങ്കര രസമുള്ള, ഭയങ്കര കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു മിമ്പർ. അതുപോലെ തന്നെ പുരാതന പള്ളികൾക്കൊക്കെ ഉള്ളതുപോലെ ഒരു പള്ളിക്കുളം, പഴയകാലത്ത് ഊതു കൊടുക്കാനും മറ്റുമൊക്കെ ഉള്ള സൗകര്യം. അതുപോലെ ധാരാളം മീനുകളുണ്ട്, പലരും മീനിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പള്ളി നിർമ്മിച്ച മാലിക് ദീനാർ എന്നവരുടെ കൂടെ വന്നിരുന്ന 2 സഹാബത്തിൻ്റെ ഖബറോടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഹബീബ് ബിൻ മാലിക്, കുമരിയത്ത് ബീവി എന്നവർ 2 പേരുടെ മക്ബറ ഈ ഒരു പള്ളിയിലാണുള്ളത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള പഴയ പള്ളികളെ പോലെ തന്നെ ഒരു ഗംഭീരമായ കൽവിളക്കും ഈ ഒരു പള്ളിയുടെ ഏകദേശം സെൻട്രലായിട്ടുണ്ട്. പഴയ കാലത്ത് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെ എണ്ണ ഒഴിക്കുകയും തിരിയിട്ട് വെക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കൽവിളക്കാണ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പഴയ കാലത്തൊക്കെ ഇതിന് ചുറ്റും ഇരുന്നിട്ടായിരുന്നു കിതാബ് പഠിക്കലും ഖുർആൻ ഓതലും കാര്യങ്ങളൊക്കെ. ഏതായാലും അതിഗംഭീരമായ പുരാതനമായ ഒരു പള്ളിയാണ് കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ്.